أعوذ بالله من الشيطان الرجيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. ഇന്ന് സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ വിശ്വസിക്കുകയും അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുന്ന അള്ളാഹു പറയാം. എന്നിട്ട് പറയാണ്, തീർച്ചയായിട്ടും ഹൃദയങ്ങൾ ശാന്തി നേടുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആണ് എന്ന് പറയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പല രീതിയിലുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൽ ശരീരത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ പോലെ തന്നെ അതിപ്രധാനമാണ് അവൻ്റെ മനസ്സിനെ, കൽബിനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ. അത് അസുഖങ്ങളായിക്കോട്ടെ പ്രയാസങ്ങളായിക്കോട്ടെ. ഹൃദയത്തിനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ പല രീതിയിലുണ്ടല്ലോ. അപ്പോൾ ആ പ്രയാസങ്ങളെ, ഇപ്പോൾ ശരീരത്തിനൊരു പ്രശ്നം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കാണാൻ ശ്രമിക്കും, മരുന്ന് കാണാൻ ശ്രമിക്കും, അതിന് നമ്മൾ എങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കും. വിശ്വാസി എന്ത് ചെയ്യണം? ഈ ശരീരത്തിനെ ട്രീറ്റ് ചെയ്യുന്ന ആ മരുന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ആ ഹൃദയത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കും ഇലാജ് അല്ലെങ്കിൽ മരുന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പം അത് മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താണ് ആ മരുന്ന്? എല്ലാവർക്കും മരുന്നാണല്ലോ വേണ്ടി. ഇപ്പം ജീവിതത്തിൽ സന്തോഷമാണ് വേണ്ടതെന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. സന്തോഷം എങ്ങനെയാണ് കിട്ടുക? അതുപോലെ ഹൃദയത്തിനും ശരീരത്തിനൊക്കെ വേണ്ട മരുന്ന് എന്താണ് എന്ന് പലപ്പോഴും മനുഷ്യന്മാർ ആലോചിക്കും. ഇപ്പോൾ എഞ്ചിനൊരു പ്രശ്നം പറ്റി, ഇപ്പോൾ എഞ്ചിന് വേണ്ട എഞ്ചിൻ ഓയിലല്ലോ ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണോ ആ ഫ്ലൂയിഡ് അതാണോ ഒഴിക്കേണ്ടത്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാറിൻ്റെ ഒരു ഏരിയക്ക് പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അവിടെ ആ ഓയിൽ മാത്രമാണ് ഒഴിക്കാൻ പറ്റുക. ശരീരത്തിനും അതേപോലെ തന്നെയാണ്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അതിന് വേണ്ട മരുന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് വേണ്ട മരുന്ന് എന്താണ് എന്ന് ഈ ആയത്തിലൂടെ പഠിച്ചവൻ ഇങ്ങനെ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് ദിക്റാണ്. ആ ദിക്ർ കൊണ്ടല്ലാതെ ഹൃദയം ശാന്തി നേടുകയില്ല, ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയില്ല എന്ന് പഠിച്ചവൻ ഇങ്ങനെ നമ്മളോട് പറയുന്നത് പോലെ, ആ മരുന്ന് ദിക്റാണ് എന്ന് പഠിച്ചവൻ നമ്മൾ പറയുന്നത് പോലെ ഈ ആയത്തിൽ ഇങ്ങനെ തോന്നി. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ആയത്തിൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം? അതല്ലേ, നമ്മളുടെ സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ വരുന്ന സാധനം ടെൻഷൻ എന്നുള്ള സാധനം. നമ്മളൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ അടിക്കുന്ന ആളുകളാണ്. പല കാര്യത്തിലും പല ആളുകളും പല ടെൻഷൻ അടിക്കുന്ന ആളുകളാണ്. ഇപ്പം ഫൈനാൻഷ്യലി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ഉണ്ടാവും, അല്ലെങ്കിൽ വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷനൊക്കെ അടിക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ, ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡാണ് എന്ത്? സമാധാനം ഉണ്ടാവുക, അല്ലെങ്കിൽ സമാധാനം കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഈ ടെൻഷൻ അടിക്കുന്ന സമയത്ത് സമാധാനം കിട്ടാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പല ആളുകളും പല സ്ഥലത്തും എനിക്ക് സമാധാനം അവിടെ കിട്ടും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല കറക്റ്റ് നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളെല്ലായിടത്തും തിരയുന്നുണ്ട്, എക്സെപ്റ്റ് ദ റൈറ്റ് പ്ലേസ്. നമ്മളെല്ലായിടത്തും തിരയുന്നുണ്ട്, പക്ഷേ എവിടെയാണ് കറക്റ്റ് നമുക്ക് സമാധാനം കിട്ടുക എന്നുള്ളത് മാത്രം നമ്മൾ അന്വേഷിക്കുന്നില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ആലോചിക്കുന്ന ഹൃദയങ്ങൾക്ക്, അള്ളാഹിനെ സ്മരിക്കുന്ന ഹൃദയങ്ങൾക്ക് എന്താണ്? ശാന്തത കിട്ടും. അള്ളാഹിനെ സ്മരിക്കുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ ശാന്തത ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കുറേ വഴികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിരുന്നുണ്ട്. ലൈക്ക് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞു തരുന്നുണ്ട്, വണ്ടി കയറുമ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞു തരുന്നുണ്ട്, അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ, കണ്ണാടി നോക്കുമ്പോൾ, ഇങ്ങനെ കുറേ പ്രാർത്ഥനകൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് അവിടെയൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ സന്ദർഭത്തിലും അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാം, അള്ളാഹിനെ ഇങ്ങനെ റിമെമ്പർ ചെയ്യാം. അള്ളാഹിനെ എവിടെയാണെങ്കിലും, നമ്മളിപ്പം മാർക്കറ്റ് പ്ലേസിലാണെങ്കിൽ, അല്ലെങ്കിൽ കച്ചവട സ്ഥലത്താണെങ്കിലും, നമ്മുടെ സ്കൂളിലാണെങ്കിലും, നമ്മളെ വീട്ടിലാണെങ്കിലും, അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും, എല്ലായിടത്തും ആണെങ്കിലും നമ്മൾ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെയും. അതിനോടൊപ്പം തന്നെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ ദിക്ർ അത് ഖുർആനാണ്. അപ്പം നമ്മൾ അത് മറന്നിട്ടാണ് ബാക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് റൈറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് സമാധാനം കിട്ടാൻ, നമ്മുടെ ജീവിതം സന്തോഷമാവാൻ എന്തിനാണ് നമുക്ക് ഈ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് നമ്മൾ അതല്ലാത്ത ബാക്കിയൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റമളാൻ മാസത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ നമുക്ക് സമാധാനം തരുന്നൊരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ഈ ദിക്ർ അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് എനിക്ക് ഇതിൽ ഈ ആയത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് തോന്നിയൊരു സാധനം, ഇതൊക്കെ ക്ലിയർ ആണ്. ഞാൻ അങ്ങനെ ഏത് ദിക്ർ ഉണ്ടാവണം
ദിക്ർ ചൊല്ലുന്ന ആളുകളാണ്, നമ്മൾ ദിക്റിനോട് അങ്ങനെ അടുക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഈ സമാധാനം ഉണ്ടല്ലോ, അത് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഈ ദിക്റിലൂടെ എങ്ങനെയാണ് ഈ സമാധാനത്തിലേക്ക് എത്തുക എന്നതാണ് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നത്. അപ്പോൾ ഒരു ഖുതുബയിൽ ഇങ്ങനെ കേട്ടിരുന്നു, ദിക്ർ എന്ന് പറഞ്ഞാൽ അത് കേവലം ശബ്ദമുഖരിതമായ ഒന്ന് മാത്രമല്ല, അതൊരു പ്രത്യേക സ്ഥലം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂം കയറുക അവിടെ നിൽക്കുന്നതല്ല. അതിൻ്റെ അപ്പുറം അദിക്റു കുല്ലു അമലി യുതഖറബുൽ അബ്ദു ബിഹി ഇലല്ലാ, അത് അള്ളാഹിനോട് അടുക്കുന്ന എല്ലാ അമലുകളും ദിക്റാണ്. അങ്ങനെ ദിക്റിനൊരു ബ്രോഡർ സെൻസിൽ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഖുതുബ ഞാൻ അങ്ങനെ കേട്ടിരുന്നു. അതായത് അത് കേവലം ശബ്ദമുഖരിതമായ ഒന്നല്ല, അങ്ങനെ ഒച്ചപ്പാട് എടുത്തുകൊണ്ട് കുറേ ദിക്ർ ഇങ്ങനെ ഒച്ചത്തിൽ പള്ളിയിലിരുന്ന് ചൊല്ലുന്നതല്ല. അത് ദിക്റുർ റബ്ബക തളറുവാൻ വഖീഫതൻ ദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഉദുവി വലാസ, രാവും പകലും വിനയാനിതനായി ഭയപ്പാടോടുകൂടി ശബ്ദമില്ലാതെ മനസ്സിൽ അള്ളാഹനെ ഓർക്കലാണ് ദിക്ർ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വ ഖുഊദൻ വഅലാ ജുനൂബിഹിം, അതിനൊരു പ്രത്യേക സമയമോ സന്ദർഭമൊന്നുമില്ല. അങ്ങനെ ദിക്റിനെ പല ആയത്തുകളിലായിട്ട് വിശദീകരിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാനിത് ആലോചിച്ചത്, അതായത് ഈ ദിക്ർ എങ്ങനെയാണ് നമുക്ക് ഈ തുമനീനത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ ആ ഡെഫിനിഷനിൽ ദിക്റു കുല്ലു അമലി യുതഖറബുൽ അബ്ദു ബിഹില, അള്ളാഹിലേക്ക് അടുക്കലാണ്. ഈ ദിക്റിലൂടെ സംഭവിക്കുക എന്താ വെച്ചാൽ അള്ളാഹിലേക്ക് അടുക്കലാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് നമുക്കിപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനവും സേഫ്റ്റിയും ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര ശാന്തമായിരിക്കും, ഉള്ളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കടലിരമ്പുന്നത് പോലെ ഇരുമ്പുണ്ടാവും. ഇപ്പോൾ ഒരാൾ വന്ന്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് കരഞ്ഞു പോകും. അപ്പോൾ നമ്മളെ ഉള്ളിലുള്ള നമുക്ക് ഇങ്ങനെ ആ പിടുത്തം വിട്ട് നമ്മളാണ് പോകും. അപ്പോൾ നമുക്ക് ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുക നമുക്ക് അത്രയും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്തുണ്ടാകുമ്പോഴാണ്, ആ അടുപ്പത്തിലാണ് നമുക്ക് ആ ഒരു സേഫ്റ്റിയും ആ സമാധാനവും ആ ട്രസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ദിക്റിലൂടെ എങ്ങനെയാണ് ഈ തുമനീനത്ത് ഉണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടിയ സാധനം എന്താ വെച്ചാൽ, ദിക്റിലൂടെ ഉണ്ടാവുക അള്ളാഹുവിനോട് അടുപ്പം കൂടലാണ്. അടുപ്പം കൂടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ട്രസ്റ്റ് വരിക, ഈ സമാധാനവും ഈ പീസും സൊലൈസൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ അപ്പോഴും ഉണ്ടാവും, ഫിനാൻഷ്യൽ ക്രൈസിസ് അപ്പോഴും ഉണ്ടാവും. പക്ഷെ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ പൈസ റിസ്ക് തരുന്നതും അത് തിരിച്ചെടുക്കുന്നതും എൻ്റെ റബ്ബാണ്. നമുക്ക് നമ്മുടെ ബന്ധത്തിൽ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവും, നമുക്ക് മനസ്സിലാവും ബന്ധം ഇണക്കുന്നതും പിണക്കുന്നതും എൻ്റെ റബ്ബാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസം തരുന്നതും അതിനുള്ള വഴി കാണിച്ചു തരുന്നതും എൻ്റെ റബ്ബാണ്. ആ ഒരു ദിക്റിലൂടെ നമുക്ക് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാതെ ഇപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നേരത്തെ പറഞ്ഞ ആ ഒരു ശാന്തതയിലേക്ക് നമ്മൾ എത്തുക എന്നിങ്ങനെ എനിക്ക് തോന്നി ഈ ആയത്ത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ദിക്ർ പറഞ്ഞ രണ്ടാളും പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പ്രാക്ടീസിങ്ങും വളരെ പ്രധാനമാണ്, അതിൻ്റെ മനസ്സിലാക്കലും ഭയങ്കര പ്രധാനമാണ്. അപ്പം അതുകൊണ്ടാണ് പ്രവാചകൻ നിരന്തരം ദിക്ർ ചൊല്ലണം തന്നെ പറയുന്നത്. അപ്പോൾ നിരന്തരം അതിങ്ങനെ നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അത് നിരന്തരം ഇങ്ങനെ ഉരുവിടുമ്പോൾ അതാവുന്ന നമ്മൾ നിരന്തരം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ളൊരു വഴി പ്രവാചകൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അതിനെ കൺസെപ്ച്വലി മനസ്സിലാക്കിക്കൊണ്ട് അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂട്ടുന്നതാണ് എന്നുള്ളത് ഹാഫിസ് രണ്ടാളും പറഞ്ഞു വെച്ചു. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അങ്ങനെ ദിക്ർ കൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിപ്പോൾ തദബ്ബുറിൻ്റെ ഒരു 4-5 എപ്പിസോഡ് ഇപ്പോൾ ആയി. അപ്പോൾ തദബ്ബുർ 6ാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത 6 അപ്പോൾ അതിൽ നമ്മൾ നിരന്തരം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തദബ്ബുറും ബേസിക്കലി ഇത്തരത്തിൽ നമ്മളിങ്ങനെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്ന ഒരു സാധനമായിട്ട് മാറുകയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതാണ് കേട്ടോ, നമ്മൾ പഠിക്കുക ഇത് ഔട്ട് ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് കൂടുതൽ ഇങ്ങനെ ഇൻസൈറ്റ്സ് കിട്ടുക, നമ്മളതിങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നമുക്ക് സെൽഫായിട്ട് നമ്മുടെ കൽബിനുള്ള ഒരു ശമനമൊക്കെ ആയിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഒന്ന് കേട്ടൊരു സംഗതിയായിരുന്നു, അതായത് ഒരു ഡോക്ടറെ അടുത്തേക്ക് ഒരു രോഗി വരും. ആ രോഗിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ചെവിക്ക് ചെറിയൊരു വേദന ഉണ്ടാവും. അപ്പോൾ ആ ചെവിക്ക് വേദനയ്ക്ക് അയാളൊരു മരുന്നും കൊടുക്കും. 6 മണിക്കൂർ കൂടുമ്പോൾ ഒരു മരുന്ന് കഴിക്കണം എന്ന് പറയും. അപ്പോൾ ഇയാളിത് 6 മണിക്കൂർ കഴിച്ചു, അടുത്തൊരു 6 മണിക്കൂറും കഴിച്ചു. പക്ഷേ പിറ്റേന്ന് വന്നപ്പോൾ ഇയാൾ പറയാണ്, എനിക്ക് ഇതിന് കഴിക്കാൻ കഴിയില്ല, കാരണം ഇതിന് എൻ്റെ രോഗത്തിനുള്ള ശമനത കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേദന മാറുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇയാൾ പറഞ്ഞു, മരുന്ന് കഴിക്കണം, കുറച്ചുകൂടി കഴിക്കണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അല്ല, ഇനി മരുന്ന് ഞാൻ കഴിക്കില്ല, ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഞങ്ങൾ കഴിക്കണം വെച്ച്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ആ മരുന്നെടുത്ത് ചെവിയിൽ വെക്കുമെന്ന് പറഞ്ഞു. അപ്പം അയാൾ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് എന്നതുപോലെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പലതും ചെയ്യുന്നുണ്ട്, നമ്മൾ വേണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും. നമ്മളിപ്പോൾ ഖുർആനെ നമ്മൾ ഒരുപാട് ഓതുന്നുണ്ട്. അപ്പോൾ ഖുർആനെ ഒന്നും കൂടി മനസ്സിലാക്കാനും അതേപോലെ തന്നെ അത് വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ കൊടുക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ തദബ്ബുറിലൂടെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്.
ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.